അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ കേൾക്കാനുള്ളൂ. ഈ 2-3 ദിവസമായിട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഒരുപാട് മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും പറയുന്നതാണ്, എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി 5 നേരം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. ഒരുപാട് മരണവാർത്തകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാ മരണവാർത്തകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരുപാട് പ്രയാസത്തിലായിപ്പോയി നമ്മൾ ഈ 2 ദിവസം. ലോകം കരഞ്ഞുപോയ ആ മക്കളുടെ മരണം ഈ അടുത്തൊന്നും നമുക്ക് ആ വേദന വിട്ടുമാറുകയില്ല. അബുദാബിയിൽ വെച്ചുണ്ടായ ആ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, മദീനയിലെ യാത്രാമധ്യേ ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു കുടുംബം. ഇതൊക്കെയാണ് 2-3 ദിവസമായിട്ട് നമ്മുടെ വേദന. നിരവധി മരണവാർത്തകളുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇന്നലെ മരണപ്പെട്ടുപോയ 2 തങ്കക്കുടം പോലുള്ള പൊന്നുമക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആമീൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെറും 5 മാസം മാത്രമേ പ്രായമുള്ളൂ. അടിവാരം സ്വദേശികളായ ആഷിഖ് ഷൈല ഷെറിൻ ദമ്പതികളുടെ ഏക മകൾ ജന്ന ഫാത്തിമയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. മുലപ്പാൽ കൊടുത്ത കുഞ്ഞിന് പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉടനെ തന്നെ കൈതപ്പൊഴിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. പടച്ചറബ്ബേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ഇതുപോലെ മുമ്പും ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചികിത്സകളൊക്കെ ഉണ്ട്. പണ്ടുള്ള ഉമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാല് തൊണ്ടയിൽ കുടുങ്ങിയാൽ മൂക്കിലുള്ളത് വായ കൊണ്ട് വലിച്ചെടുക്കുന്നത് കാണാം. ചില ഡോക്ടർമാർ തന്നെ പറയുന്നത് കാണാം, കുട്ടിയെ കയ്യിലേക്ക് കമിഴ്ത്തി കിടത്തി ചെറുതായി തട്ടുക. അങ്ങനെ ഒരുപാട് ടിപ്സുകളുണ്ട്. എന്തെന്നായാലും പടച്ചറബിൻ്റെ വിധിയായിരിക്കും. പടച്ചറബിൻ്റെ വിധിയെ നമുക്ക് തടയാൻ സാധിക്കില്ലല്ലോ. എല്ലാം തീരുമാനിക്കുന്നവൻ പടച്ചറബാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് തിരൂര് വീട്ടിന് സമീപത്തെ കുളത്തിൽ വീണ് 2 വയസ്സുകാരി മരണപ്പെട്ടു. മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് ചേമ്പുംപടിയിൽ 3-ാം കുറ്റി വീട്ടിൽ നിയാസിൻ്റെ മകൾ ഹെൻസയാണ് അതിദാരുണമായി മരണപ്പെട്ടു പോയത്. വീടിന് സമീപത്തെ വയലിനടുത്തുള്ള കുളത്തിൽ ഈ പൊന്നുമോള് വീണു കിടക്കുന്നതാണ് കണ്ടത്. കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. കുളിക്കുന്നതിനിടെ ഈ കുട്ടി കുളത്തിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പൊന്നു മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. അശ്രദ്ധയും തിടക്കവും ഓരോ ജീവനുകളാണ് ഇല്ലാതാക്കുന്നത്. ശ്രദ്ധിക്കുക, സമാധാനത്തിലെല്ലാം ചെയ്യുക. ക്ഷമ, അതാണ് നമുക്കൊക്കെ വേണ്ടത്. ഇന്ന് ഇല്ലാതായതും അതാണ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. അർഹമുറഹീമായ റബ്ബേ, പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാണ്. മാനസിക നില തെറ്റിയ അവസ്ഥയിൽ പടച്ച റബ്ബേ, അവരുടെ മനസ്സ് വിടാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.